ആയി പറഞ്ഞാൽ പ്രണയം പൈങ്കിളിയാണ്, ക്രിഞ്ചാണ്, ക്രിഞ്ചോട് ക്രിഞ്ചാണ്. പക്ഷെ പ്രണയം പൈങ്കിളി ആയാലും ക്രിഞ്ച് ആയാലും ക്രിഞ്ചോട് ക്രിഞ്ച് ആയാലും പ്രണയം ഹൃദയത്തിൽ തൊടണം, ഹൃദയഹാരിയായി തീരണം. അത്തരത്തിൽ ഹൃദയത്തിൽ തൊട്ട ഹൃദയഹാരിയായി തീർന്ന ഒരു പ്രണയ കഥ പറയുന്ന ചിത്രമാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്തിട്ടുള്ള സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അപ്പം സിനിമ എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്, എനിക്ക് വർക്കായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ഈ സിനിമ പ്രണയം ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഭ്രമാത്മകമായ രീതിയിൽ പ്രണയത്തെ കാണാൻ കഴിയുന്നവർക്കും ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ എളുപ്പത്തിൽ സാധിക്കില്ല. ഒന്നോ രണ്ടോ തവണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമയുടെ ആദ്യ ഭാഗം നാ താൻ കേസുകോട് എന്ന സിനിമ ഇറങ്ങിയിരുന്നു. അതിന്റെ സ്പിൻ ഓഫ് ആണിത്. നാ താൻ കേസുകോട് സിനിമയും രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമയായിരുന്നു. ആ സിനിമയ്ക്കകത്തെ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു സുമലതയും സുരേഷും. അന്ന് അവരുടെ പ്രണയം സിനിമയിൽ കാണിച്ചിരുന്നു എങ്കിൽ കൂടിയും ആ പ്രണയത്തെ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് കാണിച്ചിരുന്നില്ല. അപ്പം ആ പ്രണയം ക്ലിക്കായി, അത് കുറെ പേർ കണ്ടു. അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം എടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഈ സുമലത സുരേഷിന്റെ ലൈഫിനെ കുറിച്ചും അവരുടെ പ്രണയം എങ്ങനെ വളർന്നു, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി, രണ്ടുപേരുടെ കുടുംബ പശ്ചാത്തലം, പ്രണയത്തിന്റെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ തുടങ്ങി ആ പ്രണയത്തിന്റെ ഒരു സമാഗമം വരേക്കും എത്തിക്കുന്നത്. അപ്പം ആ ഒരു ശ്രമം എന്നതിനപ്പുറത്തേക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കാണ്. രതീഷ് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത്. 1960, 90, 2023, 24 കാലഘട്ടം. അപ്പൊ ഈ 3 കാലഘട്ടത്തെ കുറിച്ച് സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ കാലഘട്ടങ്ങളെ കുറിച്ച് കൃത്യമായി പഠനം നടത്തി എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ, അവരുടെ മൊത്തത്തിലുള്ള സ്വഭാവങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ തുടങ്ങിയ ഓരോ കാലഘട്ടത്തെയും കുറിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവർ പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്ക്രീനിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ 3 കാലഘട്ടങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സമാന്തരമായിട്ടാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞു കാണിക്കുന്നില്ല. ഭയങ്കര സമാന്തരമായിട്ടാണ് 3 കാലഘട്ടങ്ങൾ കാണിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ ഒരു പുതിയ രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് മലയാള സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയ്ക്ക് എനിക്ക് സിനിമ ഓക്കെയാണ്. ചിത്രത്തിന്റെ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ജിത്തു സെബാസ്റ്റ്യനും മിഥുൻ ചാലുശ്ശേരിയുമാണ്. രണ്ടുപേരും അവരുടെ ജോലികൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെർഫെക്ഷൻ വർക്കിൽ മൊത്തത്തിൽ കാണാനുണ്ട്. പിന്നെ വന്നിട്ട് സിനിമയിൽ ഇപ്പം പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച സുരേഷും സുമലതയുമായിട്ട് അഭിനയിച്ച രാജേഷ് മാധവനും ചിത്ര നായരും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാജേഷ് മാധവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു അടിപൊളി ആക്ടറാണ്. പുള്ളി ഭയങ്കര ഭംഗിയായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുധാകരൻ എന്നൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സുമലതയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രമാണ്. കരിയറിൽ ഇന്നേ വരെ സുധീഷ് എന്ന് പറയുന്ന നടൻ ഇതുപോലൊരു കഥാപാത്രം ചെയ്തിട്ടില്ല. പുള്ളിക്ക് കിടന്നിട്ട് അങ്ങ് വിളയാടാനുള്ള സ്പേസ് മാക്സിമം കൊടുത്തിട്ടുണ്ട്. അമ്മാതിരി പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. സുധാകരൻ ഭയങ്കര ലൗഡായിട്ടുള്ള കഥാപാത്രമാണ്, കള്ളുകുടിയനാണ്, ഭയങ്കരമായിട്ടുള്ള കുറെ പ്രത്യേകതകളുള്ള കഥാപാത്രമാണ്. ഗംഭീര പെർഫോമൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് വിജയരാഘവനാണ് മലയാള സിനിമയിൽ കുറെ കാലമായിട്ട് ഈ പറയുന്നത് പോലെ കള്ളുകുടിയനായിട്ട് ഗംഭീരമായി പെർഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലെവലിലാണ് സുധീഷ് ചെയ്തു വെച്ചിട്ടുള്ളത്. പേഴ്സണലി സുധീഷിന്റെ ആ ഒരു വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയായി ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. പയ്യന്നൂർ യൂണിവേഴ്സ് ആണ് മൊത്തത്തിൽ. പയ്യന്നൂരിലെ കുറെ പുതിയ ആളുകൾ, പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും പുതിയ ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എവിടുന്നാണ് ഇവരൊക്കെ കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓരോ ആളുകളെയും കാസ്റ്റിംഗ് ഡയറക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. സോ എല്ലാ അഭിനേതാക്കളും ഒരുപോലെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സബിൻ ഉരാൾ കണ്ടിയാണ്. ഗംഭീര വർക്ക് എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം പുള്ളി ചെയ്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഫാന്റസി ടൈപ്പിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഗംഭീരമായിട്ട് പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതുപോലെ തന്നെ ആർട്ട് സൈഡുമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിട്ട് സബിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് വൈശാഖ് സുഗുണനാണ്. നല്ല അടിപൊളിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഹൃദയം തൊടുന്ന ഹൃദയഹാരിയായിട്ടുള്ള വരികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതില് പല സോങ്സ് വന്നു പോകുന്നുണ്ട്. പക്ഷെ പല സോങ്സും ഭയങ്കര രസമാണ്, കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ആ ഒരു താളത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും. വൈശാഖ് സുഗുണന്റെ വരികൾക്ക് ഡോൺ വിൻസെന്റ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. കൊള്ളാം, നല്ല വർക്കാണ്.
ചിത്രത്തിന്റെ എഡിറ്റർ ആയിട്ടുള്ള ആകാശ് തോമസ് ആ 3 കാലഘട്ടങ്ങളെ ഭംഗിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. അപ്പം അതൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഓക്കെയാണ്. പിന്നെ ചിത്രത്തിനകത്ത് ശരണ്യ രാമചന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ശരണ്യയെ ഇതുവരെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അവർ നല്ല കഴിവുള്ള ഒരു നടിയാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. നല്ല ഭംഗിയിൽ അവർ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്, ഗസ്റ്റ് റോളാണ്, ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. താൻ കേസർഗോഡ് എന്ന സിനിമയിലെ രാജീവനെ ഓർമ്മിപ്പിക്കുന്ന അതേ കഥാപാത്രം തന്നെയാണ് വന്നിട്ടുള്ളത്. രാജീവനെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു, ഒരിക്കൽ കൂടി രാജീവനെ അതേ രീതിയിൽ തന്നെ അന്നത്തെ ആ ഒരു എനർജി ലെവൽ ഒട്ടും താഴാതെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ സിനിമ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് സിനിമ ഓക്കെയാണ്. എനിക്ക് ഈ ഒരു എക്സ്പെരിമെന്റൽ മൂവി എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. അത് എല്ലാവർക്കും ഓക്കെ ആവുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ നിലനിൽക്കുന്നുമുണ്ട്.